2 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക ക്രമക്കേടിന് അന്വേഷണം നേരിടുന്ന വടകരയിലെ കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ബഷീർ അഹമ്മദിന്റെ ഭീഷണി സ്വരത്തിലുള്ള ശബ്ദ സന്ദേശം പുറത്ത്. പോലീസിൽ പരാതി കൊടുത്താൽ പ്രശ്നമില്ലെന്നും പണം എന്ന് തിരിച്ചു തരാൻ കഴിയുമെന്നും ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും ബഷീർ നിക്ഷേപകനോട് പറയുന്ന ഓഡിയോ സന്ദേശമാണ് പുറത്തുവന്നത്. പോലീസ് എഫ്ഐആർ ഇട്ടാൽ 10-15 വർഷം കഴിഞ്ഞേ കേസ് തീരൂ. അതിനുശേഷം കോടതി ചെലവടക്കം ഈടാക്കി മാത്രമേ നിക്ഷേപ തുക ലഭിക്കൂവെന്നും ഇയാൾ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇപ്പം പോലീസിൽ പരാതി കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പരാതി കൊടുത്താൽ നമ്മളവിടെ വിളിപ്പിക്കും. അപ്പം പനയും വിളിപ്പിക്കും, നിങ്ങളെയും വിളിപ്പിക്കും. എന്നിട്ട് നമ്മളോട് അവിടുന്ന് പോലീസ് അവിടുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അപ്പം നമ്മൾക്ക് പറയാനുള്ളത് നമ്മളും പറയും. പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ പൈസ വല്ലാതെ ഡിലേ ആവും. കൊടുക്കാതിരുന്നാൽ പിന്നെ നമ്മൾ എങ്ങനെ എന്തെങ്കിലും ഇടപെട്ടിട്ട് പൈസ കുറച്ച് കൊടുക്കാനുള്ള പദ്ധതി നമ്മളിങ്ങനെ ആവിഷ്കരിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം കൊടുക്കൽ നിർബന്ധമാണെങ്കിൽ കൊടുക്കുന്നതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മളെയും വിളിപ്പിക്കും, നിങ്ങളെയും വിളിപ്പിക്കും. എന്നിട്ട് അവിടുന്ന് പിന്നെ ഒരു സമവായത്തിൽ സംസാരിക്കലാണ് ആദ്യം ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് FIR ഇട്ടിട്ട് വരണം എന്ന് പറഞ്ഞാൽ FIR ഇട്ടിട്ട് നിങ്ങൾക്ക് തരും. അപ്പം നിങ്ങളൊരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് നിങ്ങൾ കേസിലേക്ക് പോകേണ്ടി വരും. പിന്നെ ഒരു 10-15 കൊല്ലം കേസ് ഇങ്ങനെ നടക്കും. ഇത് ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമല്ലേ, ഇത് നമ്മളെ സ്വന്തം ഒരു കമ്പനി ഒന്നല്ല ഫിലേന്ന് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കി. ഇത് അവസാനം എന്താ ഉണ്ടാന്ന് വെച്ചാൽ ഗവൺമെന്റ് ഏറ്റെടുക്കലാണ് ഉണ്ടാകുക. സമീർ സി മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി. സമീർ, എന്താണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഇതിനകത്തുള്ള ഒരു ഭീഷണി എന്താണ്? കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കെതിരെ വ്യാപക പരാതികളാണ് ഉയരുന്നത്. ഇബ്രാഹിം എന്ന 70-കാരൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ 75 ലക്ഷത്തോളം രൂപയുടെ നിക്ഷേപം തിരിച്ചു കിട്ടിയിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള സുധീർ കുമാറിന്റെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയും ചികിത്സയ്ക്കിടെ അദ്ദേഹം മരിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഈ തരത്തിലുള്ള വ്യാപക പരാതികൾ ഉയരുന്നത്. അങ്ങനെ നിക്ഷേപ തുക തിരിച്ചു ചോദിക്കുന്നവരോടാണ് അതിന്റെ പ്രസിഡന്റ് ബഷീർ അഹമ്മദ് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയാൽ അതിന്റെ സമയം ഏറെ അതിക്രമിക്കും. 15 വർഷമെങ്കിലും കഴിഞ്ഞെങ്കിലേ ആ കേസുകൾ പിന്നീട് അതിൽ തീർപ്പാവുകയുള്ളൂ. അത്രയും കാലം നിങ്ങളുടെ പണം കിട്ടില്ല. അതുകൊണ്ട് നിയമ നടപടിയിലേക്ക് പോകുന്നത്, കേസ് കൊടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. FIR രജിസ്റ്റർ ചെയ്താൽ 2 കൂട്ടരെയും വിളിപ്പിക്കുകയും അതിന്റെ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുകയും പിന്നീട് പണം തിരികെ ലഭിക്കുന്നതിന് ഏറെ കാലതാമസം എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നടപടിയിലേക്ക് ആരും പോകരുത് എന്നുള്ള ഒരു ഭീഷണിയാണ് അദ്ദേഹം നൽകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പയ്യോളി സ്വദേശിയായിട്ടുള്ള അൻവർ ഹുസൈൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിരുന്നു. 15 ലക്ഷം രൂപയാണ് അൻവർ ഹുസൈന് ലഭിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള ആളുകളാണ് അവരെ ചെന്ന് കാണുകയും ഈ സൊസൈറ്റി ഭാരവാഹികളുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നത്. ആ വേളയിലാണ് അവർ ഇത്തരം കാര്യങ്ങൾ പറയുകയും അവരെ മടക്കി അയക്കുകയും ചെയ്യുന്നത്. ഈ ഭീഷണിയോടുകൂടിയാണ് അവർ, അതായത് നിയമ നടപടിയിലേക്ക് കടന്നാൽ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത മങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ സൊസൈറ്റിയുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞുകൊണ്ട് പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇത് സർക്കാർ സ്ഥാപനമാണ് എന്ന് പറഞ്ഞുകൊണ്ടും തെറ്റിദ്ധരിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ പരാതിയിൽ നിന്ന് പിൻവാങ്ങാൻ പലരെയും നിർബന്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്.